Hallelujah, hallelujah. Praise the Lord, praise the Lord. Hallelujah. കർത്താവിന് മഹത്വം, 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 മഹത്വം. Hallelujah. Thank you, Jesus. Hallelujah. Praise the Lord. Praise the Lord, praise the Lord. Hallelujah. Glory to God, Jesus. Hallelujah. നന്ദി യേശുവേ. സ്തോത്രം, 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 സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. യേശുവിന്റെ രക്തത്താലും വചനത്താലും ജയം. Hallelujah. Hallelujah, hallelujah. Praise the Lord, praise the Lord, praise the Lord. Glory to God, Jesus. Hallelujah, hallelujah. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം ഈ അനുഗ്രഹീത നിമിഷത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ സർവശക്തനായ ദൈവം എളിയവരുടെ ജീവിതത്തിനകത്ത് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ ആയിരിക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസി റോസ്ലി ആന്റിയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ബഹുമാന്യ കർത്താവിന്റെ ദാസിയോടുള്ള സ്നേഹബന്ധനവും ക്രിസ്തുവിൽ ഇപ്പോൾ ഞാൻ അറിയിക്കുന്നു, സ്തോത്രം. ഈ ആത്മീയ കൂട്ടായ്മയിലെ അംഗങ്ങളായിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാർ, കർത്താവിന്റെ ദാസിമാർ ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ ഈ തരണത്തിൽ അറിയിക്കട്ടെ, സ്തോത്രം. ഈ ആത്മീയ കൂട്ടായ്മ ഇപ്പോൾ ലൈവായി ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തുടർന്നും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏവരെയും സർവശക്തനായ ദൈവം ധാരാളമായി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സ്തോത്രം. വളരെ പ്രാർത്ഥനയോടുകൂടെ തന്നെ നമുക്ക് കർത്തൃ സന്നിധിയിലായിരിക്കാം, സ്തോത്രം. ദൈവത്തിന്റെ വചനം അതിശക്തമായി നമ്മോട് സംസാരിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മോട് ഇടപെടുന്ന ഒരു അനുഗ്രഹീത നിമിഷമായി തീരുമാറാകട്ടെ, സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. ഇന്ന് ദിവസം ഈ ആത്മീയ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ആത്മീയ ഭോജനത്തെ നമുക്ക് ഭക്ഷിച്ച് ബലപ്പെട്ട് ദൈവസന്നിധിയിലായിരിക്കാൻ സർവശക്തൻ നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ, സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം ആമേൻ അതിന്റെ 23-ാമത്തെ തിരുവെഴുത്ത് വാക്യം ഇങ്ങനെ പറയുന്നു: എന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു, സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിലെ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വചനമൊന്നും അത് നിഷ്ഫലമല്ല, അത് പ്രവൃത്തിയോടുകൂടെ തന്നെ മടങ്ങി വരും, സ്തോത്രം. വിശ്വസിപ്പാൻ തയ്യാറാകുമോ? എനിക്കും നിങ്ങൾക്കും വേണ്ടി സർവശക്തൻ നൽകിയിരിക്കുന്ന വാഗ്ദത്ത വചനങ്ങളൊന്നും അത് നിഷ്ഫലമായി പോകത്തില്ല, അതൊക്കെ പ്രാവർത്തികമായി നിവർത്തീകരിക്കപ്പെടുമെന്ന് വിശ്വസിപ്പാൻ തയ്യാറാകുമോ? സ്തോത്രം. സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ നിമിത്തം പലപ്പോഴും നാം പല വാക്കുകൾ പറഞ്ഞു പോകുന്നുണ്ട്, പലപ്പോഴും നാം പലതും ചിന്തിച്ചു പോകുന്നുണ്ട്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന യുവതിലെ ഒട്ടനവധി വാഗ്ദത്തങ്ങളും ഒട്ടനവധി പ്രവചന ദൂതുകളൊക്കെ കേട്ടുകൊണ്ട് നാം ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ ദൈവാലോചനയുടെ മുമ്പാകെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട്, കർത്താവേ എന്നോട് സംസാരിക്കണമേ, അങ്ങയുടെ വചനം എനിക്ക് വ്യക്തമായി തെളിവോടുകൂടെ തന്നെ അങ്ങ് വെളിപ്പെടുത്തി തരുമാറാകണമേ, അങ്ങയുടെ വചനം എനിക്ക് പ്രാവർത്തികമായി ദൈവശക്തിയായി ദൈവിക പ്രവർത്തികൾ എന്റെ കണ്ണിന്റെ മുൻപാകെ കാണത്തക്കവണ്ണം, എനിക്ക് അനുഭവിക്കത്തക്കവണ്ണം കർത്താവ് ഇത് പ്രാവർത്തികമായി ചിലത് വെളിപ്പെടുത്തി തരണമേ എന്ന് വിശ്വസിപ്പാൻ തയ്യാറാകുമോ? വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണുവാൻ, ദൈവ സാന്നിധ്യത്തെ അനുഭവിപ്പാൻ ഇന്ന് ഈ അനുഗ്രഹ നിമിഷം കർത്താവ് നമുക്ക് അവിടുന്ന് പ്രദാനം ചെയ്യുമാറാകട്ടെ, സ്തോത്രം. നാം വായിച്ചു കേൾക്കപ്പെട്ട തിരുവെടുത്ത് എന്താകുന്നു, സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ച ദൂത് എന്താകുന്നു? എന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്തൊരു വചനവും പുറപ്പെട്ടിരിക്കുന്നു, സ്തോത്രം. ഇന്നേ ദിവസം പരിശുദ്ധാത്മ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന വാക്കിനകത്ത്, വചനത്തിനകത്ത് അത് എന്റെ വായിൽ നിന്ന് നീതി, സ്തോത്രം. ദൈവിക നീതി എനിക്ക് നിങ്ങൾക്കും വേണ്ടി സർവശക്തൻ അവിടുന്ന് ചെയ്തു തരുമെന്ന് വിശ്വസിക്കുമോ? സ്തോത്രം. എന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്തൊരു വചനം, സ്തോത്രം. മടങ്ങാത്തൊരു വചനം എന്ന് പറഞ്ഞാൽ ദൈവപ്രവൃത്തി, സ്തോത്രം, അതിന് മടങ്ങിപ്പോകത്തില്ല, സ്തോത്രം. സ്വർഗത്തിലെ ദൈവം, സ്തോത്രം, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ഉത്തരം ഇനി അത് പെൻഡിങ് ആയി കിടക്കത്തില്ല, അത് പ്രാവർത്തികമായി വെളിപ്പെട്ടു വരാൻ പോകുക. കർത്താവിന്റെ ജീവിതത്തിലേക്ക് നൽകിയിരിക്കുന്ന ചില നന്മകൾ, വാഗ്ദത്ത ദൂതുകൾ, ഇനി വചനത്തെ മുടക്കിക്കളയുവാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയുകയില്ല, ഒരു ഇരുളിന്റെ ശക്തിക്കും എന്റെ മേലുള്ള വാഗ്ദത്ത ദൂതുകളെ, വചനത്തെ മുടക്കിക്കളയുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ്, സ്തോത്രം, വിശ്വാസത്തോടുകൂടെ തന്നെ വചനത്തിന്റെ മുമ്പാകെ സമർപ്പിക്കുവാനും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കാനും ആരാധിപ്പാനും ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ആലോചന ഏറ്റെടുക്കുവാൻ, സ്തോത്രം, സജ്ജമായി നിൽക്കുന്നവരാരുണ്ട്, സ്തോത്രം. നാം വചനത്തോട് പ്രതികരിക്കുവാൻ തുടങ്ങിയാൽ, ഈ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് പരിവർത്തനം തുടങ്ങിയാൽ, സാത്താന്റെ പ്രവൃത്തികൾ ഓരോന്നായി നമ്മുടെ ജീവിതത്തിൽ അഴിഞ്ഞു മാറുവാനിടയായിത്തീരും. സാത്താൻ വെക്കുന്ന ആയുധം, സാത്താന്റെ പദ്ധതി, സ്തോത്രം, ഈ ഒരു വിശ്വാസത്തിന്റെ വചനം നമ്മളുടെ മേൽ നിവർത്തീകരിക്കപ്പെടരുത്. നമ്മുടെ ഉള്ളത്തിനകത്ത്, സ്തോത്രം, വചനത്തെ സ്വീകരിക്കുന്നവരായി തീരരുത്, വചനത്തെ ഏറ്റെടുത്തുകൊണ്ട്, സ്തോത്രം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരരുതെന്നൊക്കെയും പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ, സ്തോത്രം, അവിശ്വാസത്തിന്റെ വേരുകളെ സർവശക്തൻ ഈ നിമിഷം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റട്ടെ, സ്തോത്രം.
വിശ്വാസത്തിന്റെ വാക്കുകൾ, വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളൊക്കെയും പറയുന്നതും കേൾക്കുന്നതും നല്ലതാ. പക്ഷേ ജീവിതത്തിന്റെ മേഖലകളിലേക്ക് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുവാൻ കഴിയുന്നില്ല, വിശ്വാസ വചനം സ്വീകരിപ്പാൻ കഴിയുന്നില്ല. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന യുവതിരെ സ്തോത്രം, നോക്ക, എന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനം പുറപ്പെട്ടു വന്നിരിക്കുന്നു. സ്തോത്രം, ദൈവത്തിന്റെ വചനം സ്തോത്രം ഒരു നീതി വെളിപ്പെടുത്തുവാൻ പോകുന്നു. മടങ്ങാത്ത ദൈവപ്രവൃത്തി, മടങ്ങിപ്പോകാത്തതായ, നീക്കം വരാത്തതായ ദൈവനീതി എനിക്ക് വേണ്ടി കർത്താവ് ഇത് പ്രദാനം ചെയ്യുന്നുവെന്ന് വിശ്വസിപ്പാൻ തയ്യാറാകുമോ? സ്തോത്രം, ഇന്നേ ദിവസം ഈ നിമിഷത്തിൽ പരിശുദ്ധാത്മ എനിക്ക് വേണ്ടി നൽകിയിരിക്കുന്ന വാഗ്ദത്ത ദൂതുകൾ, വാഗ്ദത്ത വചനങ്ങളൊന്നും അത് നിഷ്ഫലമായി പോകത്തില്ല. അത് പ്രാവർത്തികമായി വിടുതലോടെ ദൈവപ്രവൃത്തിയോടുകൂടെ തന്നെ വെളിപ്പെട്ടു വരുവാൻ സമയമായി എന്ന് വിശ്വസിപ്പാൻ തയ്യാറാകുമോ? തലമുറയെ കുറിച്ച് ഓർത്തുള്ള ഭാരം നമ്മെ സ്തോത്രം വല്ലാതെ ഞെരുക്കുന്നുണ്ടായിരിക്കും. കുടുംബജീവിതത്തിനകത്തുള്ള പ്രതിസന്ധികൾ നമ്മെ വല്ലാതെ ക്ഷീണിപ്പിക്കുന്നുണ്ടായിരിക്കും. സ്തോത്രം, മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ച് ഓർത്ത്, മുന്നോട്ടുള്ള ഭാവിയെ കുറിച്ച് ഓർത്ത്, ശുശ്രൂഷ മേഖലകളെ പോലും ഓർത്തുകൊണ്ട് വല്ലാതെ ഭാരങ്ങൾ നമ്മെ ഞെരുക്കുന്നുണ്ടായിരിക്കും. എന്നാൽ സർവശക്തൻ പറയുന്ന ദൂതനെ സ്വീകരിപ്പാൻ തയ്യാറാകുക. സ്തോത്രം, ദൈവത്തിന്റെ വചനം അതൊന്നുപോലും നിഷ്ഫലമായി പോകത്തില്ല. ദൈവത്തിന്റെ വചനം സ്തോത്രം അത് വിശ്വസിക്കുന്നവരുടെ മേൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ നിമിഷം നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടു വരട്ടെ. നമ്മുടെ കൂടാരങ്ങളിലേക്ക് ദൈവശക്തി വെളിപ്പെട്ടു വരട്ടെ. നമ്മുടെ ശരീരത്തിലേക്ക് ദൈവശക്തി വെളിപ്പെട്ടു വരട്ടെ. നാം ആയിരിക്കുന്ന മേഖലകളിലൊക്കെയും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി സ്വർഗം അയച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം, എന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ വചനം. അതേ പ്രിയരെ സ്തോത്രം, നാം ബലഹീനരാ സ്തോത്രം, പക്ഷേ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടു നിൽക്കുന്നത് ക്രിസ്തുയേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ രക്തത്താൽ ഒരു ശുദ്ധീകരണത്തിലാ. സ്തോത്രം, ഞാനും നിങ്ങളും വിശ്വാസത്താൽ വചനം പറയുമ്പോൾ എന്റെയും നിങ്ങളുടെ മധുരത്തിലൂടെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോടുകൂടെ തന്നെ സ്വർഗത്തിലെ ദൈവം അത് പ്രാവർത്തികമായി ദൈവശക്തി സ്തോത്രം നമ്മളിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? ജീവന്റെ വചനം നമ്മളിലൂടെ പ്രാവർത്തികമായി ദൈവം വെളിപ്പെടുത്തുന്നു. സ്തോത്രം, ജീവന്റെ വചനം സ്തോത്രം ജീവനില്ലാത്തതിനെ സ്തോത്രം ജീവന്റെ തുടിപ്പില്ല എന്ന് പറയുന്ന മേഖലകളിലും ജീവിപ്പിക്കുന്നതാ. സ്തോത്രം, മരണം വിതയ്ക്കുമെന്ന് പറയുന്നിടത്ത് മരണത്തെ നീക്കി ജീവന്റെ വചനം ജീവൻ നൽകുന്നു. സ്തോത്രം, ഇല്ലായ്മയിലേക്കും ദൈവത്തിന്റെ വചനം അയക്കപ്പെടുമ്പോൾ അത് പ്രവൃത്തിയോടുകൂടെ തന്നെ മടങ്ങി വരുന്നുണ്ട്. ശൂന്യതയിലേക്ക് അയക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം അത് ദൈവശക്തിയെ വെളിപ്പെട്ടു വരുന്നുണ്ട്. സ്തോത്രം, നോക്കുക, അന്ധകാരമായിരിക്കുന്ന സ്തോത്രം ഇരുളിന്റെ അവസ്ഥയിലേക്കകത്തും ദൈവത്തിന്റെ വചനം അത് ദീപമായി വെളിപ്പെട്ടു വരും. വഴികൾ ഒരിക്കലും മുൻപിലില്ല, പാത ഒരിക്കലും തുറന്നു വരുന്നില്ല എന്ന് നിരാശയിലൂടെ ഇരിക്കുന്നെങ്കിലും ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന് പറയാനുണ്ട്, എന്റെ മുമ്പിൽ എനിക്ക് വേണ്ടി സർവശക്തൻ ഒരുക്കി വെച്ചിരിക്കുന്ന പാതകൾ ഇത് ഉയർന്നു വരുന്നു. എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പാതകൾ, കഴിഞ്ഞ നാളുകളൊക്കെ മനുഷ്യൻ പലതും എന്റെ പാതകളെ അടച്ചു കളഞ്ഞു. എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വഴികളെ മനുഷ്യൻ പലപ്പോഴും ഒതുക്കി കളയാൻ നോക്കി. എന്നാൽ ഈ നിമിഷം സ്തോത്രം, സ്വർഗം എനിക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, സ്വർഗം എനിക്ക് വേണ്ടി തന്നിരിക്കുന്ന വചനങ്ങളൊന്നും നിഷ്ഫലമല്ല. അത് പ്രാവർത്തികമായി എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാൻ പോകുന്നു. അതെ, എന്റെ വായിൽ നിന്ന് നീതിയും സ്തോത്രം പ്രിയരെ, ചിലതിനകത്തൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് അനീതിയുടെ വാഴ്ചകൾ സ്തോത്രം നമ്മുടെ മേൽ വാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യന്റെ അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുത്തുന്ന തിരുവെടുത്ത് പറയുമ്പോൾ സ്തോത്രം നാം അനുഭവിക്കേണ്ടുന്ന, നാം കാണേണ്ടതായ, നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് നേടേണ്ടതായ സകല നീതിയുടെ ഫലങ്ങളെയും നീതി ദൈവം വെളിപ്പെടുത്തി തരേണ്ടുന്ന പാതകളൊക്കെയും അനീതിയുടെ വാഴ്ചകൾ, ദുഷ്ടന്റെ ചെങ്കോലുകൾ വാഴ്ച നടത്തുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിനകത്ത് മുദ്രയേൽക്കപ്പെട്ട ദൈവവചനത്താൽ വിശ്വസിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുക, അനീതിയുടെ ചെങ്കോലുകൾ, അനീതിയുടെ വാഴ്ചകൾ, ദുഷ്ടന്റെ പ്രവർത്തികൾ, ആധിപത്യങ്ങൾ എന്റെ ജീവിതത്തിൽ നീങ്ങിപ്പോകും. കാരണം എന്താ? സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ദൈവിക ദൂത് സ്തോത്രം നീതി ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു, നീതി ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം, അതെ, മടങ്ങാത്തൊരു വചനം പുറപ്പെട്ടു വന്നിരിക്കുന്നു. സ്തോത്രം, ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിലെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവിക വചനത്തിന്റെ ശക്തി സ്തോത്രം, ഉത്തരം, പ്രാർത്ഥനയുടെ ഉത്തരം, വചനം തെളിവായി നിങ്ങളുടെ കൂടാരത്തിലേക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് വിശ്വസിപ്പാൻ തയ്യാറാകണം. സ്തോത്രം, നാം ആത്മീയ കൂട്ടായ്മയിലൊക്കെയും പങ്കെടുക്കുന്നുണ്ട്. സ്തോത്രം, അനേക ശുശ്രൂഷകളൊക്കെയും നാം എന്താകും ദൈവവചന സന്ദേശം കേൾക്കുന്നുണ്ട്. അഭിഷിക്തന്മാരിലൂടെ, കർത്താവിന്റെ ദാസ്യന്മാരിലൂടെ കേൾക്കുന്ന ദൈവവചനത്തിന്റെ മുമ്പാകെ നാം നമ്മെ തന്നെ സമർപ്പിക്കാറുണ്ട്. പക്ഷേ ചിലതൊക്കെയും വചനം നിവർത്തീകരിക്കപ്പെടാതെ കിടക്കുക. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന സ്തോത്രം കർത്താവിന്റെ ദാസനെ, കർത്താവിന്റെ ദാസിയെ, പ്രിയ ദൈവപൈതലെ സ്തോത്രം, പ്രിയ സഹോദര സഹോദരി സ്തോത്രം, എന്റെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വർഗീയ പിതാവ് നൽകിയിരിക്കുന്ന വചനങ്ങളൊന്നും അത് മാറിപ്പോകുകയില്ല. അത് നിവർത്തീകരിക്കപ്പെടും, അത് നിവർത്തീകരിക്കപ്പെടും.
വെളിപ്പെടുത്തപ്പെടും, അതൊന്നും മാറിപ്പോകത്തില്ല. എന്നാൽ സ്തോത്രം നമ്മുടെ ശാരീരിക മേഖലകളിൽ, മാനസിക മേഖലകളിൽ, ഭൗതിക മേഖലകളിൽ, കുടുംബ ജീവിതത്തിനകത്തൊക്കെയും ശത്രുവായി പിശാച് അനീതിയുടെ വാഴ്ച വെച്ചിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം അതിനെ നീക്കുന്നു എന്ന് വിശ്വസിപ്പാൻ തയ്യാറാകുമോ? എന്റെ കർത്താവ് എനിക്ക് വേണ്ടി നീതി വെളിപ്പെടുത്തുന്നു, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി നൽകിയിരിക്കുന്ന വചനമൊന്നും മാറിപ്പോകുന്നില്ല, അത് നിവർത്തീകരിക്കപ്പെടുന്നു എന്ന് വിശ്വസിപ്പാൻ തയ്യാറാകണം. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാമത്തെ അധ്യായം, ആമേൻ, അതിന്റെ 16-ാമത്തെ വേദവാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതെ ഇരിക്കുകയില്ല. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന യുവതിലെ ദൈവത്തിന്റെ വചനം, സ്തോത്രം, നാം വിശ്വസിക്കണമെന്ന് തിരുവെടുത്ത് പറയുമ്പോൾ, സ്തോത്രം, ഇവിടെ മറ്റൊരു വാക്ക്, മറ്റൊരു വചനം നമ്മോട് നൽകുന്ന ദൂതെന്താകുന്നു? സ്തോത്രം, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വേദപുസ്തകം, ബൈബിൾ എന്ന് പറയുന്നത് യഹോവയുടെ പുസ്തകമാ, ദൈവത്തിന്റെ പുസ്തകമാ. സ്തോത്രം. ദൈവത്തിന്റെ വചനം, അത് ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന വാക്കുകളാ. വചനം ദൈവമാകുന്നു. സ്തോത്രം. വചനത്തിൽ വിശ്വസിക്കണം. അപ്പോൾ ഇത് യഹോവയുടെ പുസ്തകം, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതിരിക്കുകയില്ല. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, രോഗസൗഖ്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? സ്തോത്രം. ഭാവി സംബന്ധമായ വിഷയത്തിനകത്ത് വിടുതലിന് വേണ്ടിയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? നിരവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെ മധ്യയായിരിക്കും നാം ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിഷയത്തിനകത്ത് വിടുതലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. എന്നാൽ തിരുവെടുത്ത് പറഞ്ഞ എന്താ? നിങ്ങൾ വിടുതലിന് വേണ്ടി തെരഞ്ഞു നടക്കണ്ട. സ്തോത്രം. സൗഖ്യത്തിന് വേണ്ടി തെരഞ്ഞു നടക്കേണ്ട. എന്നാകും എന്റെ വിഷയത്തിനകത്ത് ഉത്തരം എന്ന് പറഞ്ഞ് ആലോചനകൾ തേടി തിരക്കി നടക്കണ്ട. സ്തോത്രം. നിങ്ങൾ തിരക്കുവാൻ, നിങ്ങൾ അന്വേഷിക്കുവാൻ, നിങ്ങൾ മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക, ദൈവവചനം വായിക്കുവാൻ, ദൈവവചനം വിശ്വസിക്കുവാൻ, ദൈവവചനത്തെ കണ്ടെത്തുവാൻ ഒരു തീരുമാനമെടുക്കുമോ? സ്തോത്രം. എന്താകുന്നു പരിശുദ്ധാത്മ നമ്മോട് പറയുന്നത്? യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ. ദൈവത്തിന്റെ വചനം, ഈ പുസ്തകം, നമ്മളുടെ കയ്യിലിരിക്കുന്ന ഈ വേദപുസ്തകം നാം അന്വേഷിക്കുവാൻ, വായിക്കുവാൻ തയ്യാറാകണം. സ്തോത്രം. അനേകം സ്തോത്ര പ്രസംഗം കേൾക്കുവാൻ വളരെ ഇഷ്ടമാണ്, പ്രവചനങ്ങൾ കേൾക്കുവാൻ വളരെ ഇഷ്ടമാണ്, നാളെ കുറിച്ച് അറിയുവാൻ, പ്രശ്നങ്ങൾക്കുള്ള വിടുതലുകൾ മാറണം. സ്തോത്രം. പ്രിയരെ, നാം തമ്മിൽ നമ്മുടെ ഭാരങ്ങളെ വഹിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോഴും, ദൈവസന്നിധിയിൽ നാം നമ്മുടെ സമയങ്ങളെ ചെലവഴിക്കുമ്പോഴും പരിശുദ്ധാത്മ നമ്മെ ഓർമ്മപ്പെടുത്തും ദൈവിക ആലോചന എന്താകുന്നു? യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിപ്പാൻ തുടങ്ങണം. സ്തോത്രം. പ്രിയരെ, നാം ദൈവവചനം കേൾക്കുന്നുണ്ട്, ദൈവാലോചനകൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ നിമിഷം മുതൽ സ്തോത്രം വിടുതലുകൾ നടക്കുന്നത് എങ്ങനെയെന്നുള്ളത്, സ്തോത്രം, ജീവിതത്തിനകത്ത് എനിക്ക് ഉയർച്ച പ്രാപിപ്പാൻ പറ്റുന്നത് എങ്ങനെയെന്നുള്ളത് ദൈവവചനത്തിനകത്ത് വായിപ്പാൻ നാം ശ്രമിക്കണം. എങ്ങനെയാകുന്നു? ദൈവവചനത്തിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? വചനത്തിൽ ആശ്രയിക്കുന്നവൻ സ്തോത്രം ലജ്ജിച്ചു പോകത്തില്ലെന്ന് തിരുവെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വചനത്തെ വിശ്വസിക്കുക. സ്തോത്രം. മനുഷ്യനെ നാം ആശ്രയിച്ചാൽ, മനുഷ്യന്റെ വാക്കുകളാണ് ഹൃദയത്തിനകത്തിരിക്കുന്നെങ്കിൽ പലപ്പോഴും നാം എന്താകുന്നു? ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, പലപ്പോഴും നാം വീണു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ സ്തോത്രം, പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യഹോവയുടെ പുസ്തകത്തിനകത്ത് അന്വേഷിച്ച് വായിപ്പാൻ തയ്യാറാകണം. ഈ നിമിഷം ദൈവവചനത്തിനകത്ത് അന്വേഷിപ്പാൻ, വായിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ സ്തോത്രം, നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള ദൈവപ്രവൃത്തി ഇനി മറഞ്ഞിരിക്കുകയില്ല. അത് പ്രവൃത്തിയിലേക്ക് സർവശക്തൻ വെളിപ്പെടുത്തി തരുമെന്ന് വിശ്വസിപ്പാൻ തയ്യാറാകുമോ? അപ്പോൾ ഒന്ന് പരിശുദ്ധാത്മ നമ്മോട് പറഞ്ഞെന്താകുന്നു? എന്റെ വായിൽ നിന്ന് നീതിയും സ്തോത്രം മടങ്ങാത്ത ഒരു വചനം പുറപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലെ ദൈവം സ്തോത്രം വചനം സർവശക്തൻ അധരത്തിലൂടെ പുറപ്പെട്ടു വന്ന വാക്കുകൾ ഒന്ന് നീതിയും വെളിപ്പെടുത്താൻ പോകുക. സ്തോത്രം. തലമുറകളുടെ മേൽ ശത്രുവായി പിശാച് അനീതിയുടെ വാഴ്ചകൾ വെച്ചിരിക്കുന്നെങ്കിൽ, നമ്മുടെ കുടുംബത്തിന്റെ മേൽ, നമ്മുടെ ശാരീരിക മേഖലകളിൽ അനീതിയുടെ വാഴ്ച വെച്ചിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവം നീക്കുക. നമ്മുടെ കുടുംബത്തിനകത്ത് ദൈവം നീതി വെളിപ്പെടുത്തുവാൻ പോകുക. പല നാളുകളിൽ നാം നമ്മുടെ ജീവിതത്തിനകത്ത് നീതിക്ക് വേണ്ടി പല പോരാട്ടങ്ങൾ നടത്തിയില്ലേ? പലരോടും നാം സംസാരിച്ചില്ലേ? പലരെയും ആശ്രയിച്ചില്ലേ? ഇതുവരെയും നീതി നിങ്ങൾക്ക് വെളിപ്പെട്ടു വന്നില്ലെങ്കിൽ സർവശക്തൻ ഈ ഒരു നിമിഷം നമ്മോട് നൽകുന്ന ആഹ്വാനം, ദൈവം നിങ്ങൾക്ക് വേണ്ടി നീതി വെളിപ്പെടുത്തും. നിങ്ങൾക്ക് വേണ്ടി നീതിയോട് സംസാരിക്കുന്ന വചനം ഇന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് സർവശക്തൻ അയച്ചിരിക്കുക. അപ്പോൾ ഒന്ന്, നീതി ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. പിന്നെന്താ? പ്രവൃത്തി കണ്ടിട്ട് മാറിപ്പോകാത്തതായ സ്തോത്രം. ഇനി ഒരിക്കലും ഈ വചനം നിവർത്തീകരിക്കപ്പെടുകയില്ല, ഈ ദൂത് നിവർത്തീകരിക്കപ്പെടുകയില്ല എന്ന് സ്തോത്രം ചുറ്റും നിൽക്കുന്നവർ പറയുമായിരിക്കും. സ്തോത്രം. പിശാചൊരിക്കൽ നിന്റെ മുമ്പിൽ വന്ന് വെല്ലുവിളിക്കുന്നുണ്ടായിരിക്കും. ഇനി എന്നാ ഇത് പ്രാപിക്കുന്നത്? പ്രായം കടന്നുപോയില്ലേ? അവസ്ഥകളൊക്കെ ഇങ്ങനെയല്ലേ? ഇനി എന്നിത് പ്രാപിക്കുമെന്നുള്ള ചോദ്യങ്ങൾ സ്തോത്രം ഒരു പക്ഷേ നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ സർവശക്തൻ നൽകുന്ന ദൂത് സ്തോത്രം, ഒന്ന്, നീതി ദൈവം വെളിപ്പെടുത്തും. രണ്ട്, സ്തോത്രം, ദൈവം അയച്ചിരിക്കുന്ന വചനം അത് പ്രാവർത്തികമായി വെളിപ്പെട്ടു വരാൻ പോകുക. സ്തോത്രം.
ചിലത് പ്രാവർത്തികമായി നമ്മുടെ ജീവിതത്തിനകത്തേക്ക് വെളിപ്പെട്ടു വരാൻ പോകുമ്പോൾ സർവശക്തൻ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം എന്താ? യഹോവയുടെ പുസ്തകം നാം എന്താകുന്നു? അന്വേഷിച്ച് വായിപ്പാൻ തയ്യാറാകണം. വചനത്തെ കണ്ടെത്തി വായിപ്പാൻ തയ്യാറാകണം. സ്തോത്രം. ദൈവവചനത്തെ അന്വേഷിച്ച് വായിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ സ്തോത്രം. നോക്കുക, അതിനകത്തൊന്നും കാണാതിരിക്കൽ. എന്താകുന്നു കാണാതിരിക്കൽ എന്ന് പറയുന്നത്? എന്റെ ജീവിതത്തിനകത്ത് എനിക്ക് വേണ്ടുന്ന വിടുതലിനെ, എന്റെ കണ്ണുനീരിനെ മാറ്റുന്ന ദിനങ്ങളെ കുറിച്ച്, എന്റെ ജീവിതത്തിനകത്ത് സ്വസ്ഥതയും വരുത്തുവാൻ പോകുന്ന ദിനത്തെ കുറിച്ച്, എന്റെ ജീവിതത്തിനകത്തുള്ള ബുദ്ധിമുട്ടുകളെ മാറുന്ന ദിനത്തെ കുറിച്ച്, ഞാൻ എത്രത്തോളം ഈ പ്രതിസന്ധിയെ ഞാൻ ഇങ്ങനെ തരണം ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി വചനം തെളിവോടുകൂടെ തന്നെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്ന വചനങ്ങൾ സ്തോത്രം അന്വേഷിച്ച് വായിപ്പാൻ തയ്യാറാകണം. വായിക്കുന്ന വചനം അത് ഗ്രഹിക്കുവാനും വായിക്കുന്ന വചനം അത് സ്വീകരിപ്പാനും തയ്യാറാകുമ്പോൾ തന്നെ സ്തോത്രം നാളിതുവരെയും ചിലതിനകത്ത് വിടുതൽ കാണുവാൻ കഴിഞ്ഞില്ല എങ്കിലും, നാളിതുവരെയും ചില വിഷയത്തിനകത്ത് ദൈവമഹത്വം കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും, ഈ ദിവസങ്ങളിൽ ചിലത് അന്വേഷിപ്പാൻ തയ്യാറാകണം. മനുഷ്യനെ ആശ്രയിക്കുവാനല്ല, മനുഷ്യന്റെ വാക്കുകൾക്കകത്ത് ആശ്രയിച്ചു പോകുവാനല്ല, ദൈവവചനത്തിനകത്ത് വേഗം ആശ്രയിച്ചു മടങ്ങുക. ദൈവവചനത്തിനകത്ത് എന്താകുന്നു പറഞ്ഞിരിക്കുന്നതെന്ന് അത് അറിയുവാനുള്ള വ്യഗ്രത ഉണ്ടാകുന്നുവെങ്കിൽ സ്തോത്രം അവയിൽ ഒന്നും കാണാതിരിക്കില്ല. അർത്ഥാൽ സ്തോത്രം ദൈവത്തിന്റെ വചനത്തിനകത്തുണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള വിടുതലിന്റെ ദിനങ്ങളെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി സർവശക്തൻ വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണ പൂർത്തീകരണ ദിനത്തിന്റെ സ്തോത്രം മഹത്വകരമായ ദൈവപ്രവൃത്തിയുടെ സ്തോത്രം ആ നിവർത്തീകരണ ദിവസത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ പ്രിയരെ സ്തോത്രം നോക്കുക, നാം ഇങ്ങനെ കാത്തിരുന്നിട്ടും നാം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടന്നില്ലല്ലോ എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ട്. എന്നാൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 33-ാമത്തെ വേദവാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ ഇടവിടാതെ അവരെ ഉപദേശിച്ച് പഠിപ്പിച്ചിട്ടും ഉപദേശം കൈക്കൊള്ളുവാൻ അവർക്ക് മനസ്സ് വെച്ചില്ല. അവർ മനസ്സ് വെച്ചില്ല. നോക്ക്, ഞാൻ ഇടവിടാതെ അവരെ ഉപദേശിച്ച് പഠിപ്പിച്ചിട്ടും ഉപദേശം കൈക്കൊള്ളുവാൻ അവർ മനസ്സ് വെച്ചില്ല. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിലെ സ്തോത്രം. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയ്ക്കകത്ത് നോക്കുമ്പോൾ കർത്താവ് കൂടി വന്ന ജനത്തോടൊക്കെയും ഉപദേശിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അവൻ അധികാരമുള്ളവരെ ശുശ്രൂഷ ചെയ്യുന്ന നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നാം ഇതുവരെയും കേട്ടിരുന്ന ദൈവവചന പ്രഘോഷണത്തിനകത്തൊക്കെയും പരിശുദ്ധാത്മ വചനത്തിലൂടെ എത്രയോ തവണ നമ്മോട് സംസാരിച്ചു, എത്രയോ തവണ ദൈവാലോചനകൾ നമ്മെ അറിയിച്ചു, എത്രയോ തവണ ഉപദേശങ്ങൾ കർത്താവ് നൽകി. സ്തോത്രം. എന്നിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ എന്താ? വിഷയത്തിനകത്തുള്ള വിടുതലുകൾ മാത്രം മതി. എന്നാൽ പരിശുദ്ധാത്മ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. ചില സമയത്തൊക്കെ ഞാൻ നിങ്ങളെ ഉപദേശിച്ചു, ഞാൻ നിങ്ങളെ ചിലത് പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചു, പക്ഷേ ഉപദേശിച്ചിട്ടും പഠിപ്പിച്ചിട്ടും നിങ്ങൾ എന്താ? ഉപദേശം കൈക്കൊള്ളുവാൻ മനസ്സ് വെച്ചില്ല. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിലെ ഉപദേശം കൈക്കൊള്ളുവാൻ മനസ്സ് വെക്കാൻ ഇതുകൊണ്ട് തന്നെയാ ചിലതിനകത്ത് ദൈവപ്രവൃത്തി കാണാതെ, ദൈവമഹത്വം കാണാതെ, വചനം ആ ദൈവം അയക്കപ്പെട്ട ഉത്തരം നമ്മുടെ ജീവിതത്തിനകത്ത് നിവർത്തീകരിക്കപ്പെടാതെ ഇരുന്നത്. എന്നാൽ ഈ നിമിഷം സ്തോത്രം നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ, യഹോവയുടെ പുസ്തകം അന്വേഷിച്ച് വായിപ്പാൻ തുടങ്ങുമ്പോൾ സ്തോത്രം അതിനകത്ത് ഒന്നും കാണാതിരിക്കില്ലെന്ന് പറയുമ്പോൾ, ദൈവപ്രവൃത്തിയെ കാണുവാൻ, ദൈവമഹത്വത്തെ അനുസരിപ്പാൻ നാം കാത്തിരിക്കുമ്പോൾ തിരുവെടുത്ത് പറയുന്നു, ഇടവിടാതെ ഞാൻ അവരെ ഉപദേശിച്ചു, ഇടവിടാതെ ഞാൻ അവരോട് എന്താകുന്നു? പഠിപ്പിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവർക്ക് ആ ഉപദേശം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിലെ ഈ നിമിഷം പരിശുദ്ധാത്മ നമ്മെ ഉപദേശിപ്പിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം ദൈവത്തിന്റെ വചനത്തെ അന്വേഷിച്ച് വായിപ്പാൻ തയ്യാറെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പഠിക്കുവാൻ ഉപദേശം കൈക്കൊള്ളുവാൻ തയ്യാറാകുന്നുവെങ്കിൽ വചനം ഒന്നും മാറിപ്പോകത്തില്ല, അത് നിവർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം. നാം സർവശക്തന് ഉപദേശം പ്രാപിപ്പാനും സർവശക്തന് ആലോചന പ്രാപിപ്പാനും നാം ഇരിക്കണം. സ്തോത്രം. ദൈവവചനത്തിനകത്ത് വചനത്തെ ആശ്രയിക്കുവാനും ദൈവമുഖം അന്വേഷിപ്പാനും നമുക്കൊരു തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം സ്തോത്രം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വേദവാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ, നിങ്ങളുടെ പ്രവർത്തികളുടെ ദ്വേഷത്തെ എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്നും നീക്കിക്കളയുവിൻ, നന്മ ചെയ്യുവാൻ പഠിക്കുവിൻ, ന്യായം അന്വേഷിക്കുവിൻ, പീഡിപ്പിക്കുന്നവനെ നേർവഴി കാക്കുവിൻ, അനാഥന് ന്യായം നടത്തിക്കൊള്ളുവിൻ. സ്തോത്രം. നോക്ക്, എത്ര ശക്തവും വ്യക്തമായൊരു ദൈവവചന ദൂതാകുന്നു പരിശുദ്ധാത്മ നമ്മോട് സംസാരിക്കുന്നത്. സ്തോത്രം. നോക്ക്, പ്രവാചകനോട് നൽകിയിരിക്കുന്ന ഈ ദൂതനകത്ത് സ്തോത്രം എന്താകുന്നു? നാം ഇപ്പോൾ യിരെമ്യാ പ്രവാചകന്റെ സ്തോത്രം ആ പുസ്തകത്തിൽ നിന്നുള്ള ദൂത് കേട്ടപ്പോൾ ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ട് തന്നെയല്ലേ പരിശുദ്ധാത്മ നമ്മോട് സംസാരിക്കുന്നു. നോക്കുക,
സ്തോത്രം. ഞാൻ അവരെ ഇടവിടാതെ ഉപദേശിച്ചിട്ടും അവരെ പഠിപ്പിച്ചിട്ടും അവർക്ക് ഉപദേശം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു തിരുവെടുത്ത് പറയുമ്പോൾ ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്തിലൂടെ പരിശുദ്ധാത്മ നമുക്ക് വേണ്ടി നൽകുന്ന ദൈവാലോചന എന്താവുന്നു? സ്തോത്രം. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. സ്തോത്രം. നമ്മളെ കഴുകി വെടിപ്പാക്കുവിൻ എന്ന് പറയുമ്പോൾ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ശുദ്ധീകരണത്തിന് വേണ്ടി നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരണം. അപ്പോൾ നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദേശത്തെ എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്നും നീക്കിക്കളയുവിൻ. സ്തോത്രം. നമ്മുടെ കണ്ണിന്റെ കർത്താവിന്റെ സന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ സ്തോത്രം, നമ്മുടെ ജീവിതത്തിനകത്ത് മറന്നിരിക്കുന്ന സ്തോത്രം അഴുക്കുകൾ കുറവുകളൊക്കെ ദൈവസന്നിധിയിൽ ഒന്നും മറവല്ല. ചിലതിനെ നീക്കിക്കളയുവാൻ നാം തയ്യാറാകണം. സ്തോത്രം. ചിലതിനകത്ത് ക്രമീകരിക്കപ്പെടുവാൻ നാം തയ്യാറാകണം. തിരുവെടുത്ത് വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദേശത്തെ എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്നും നീക്കിക്കളയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ മാത്രമേ, ഉപദേശം കൈക്കൊള്ളുവാൻ തയ്യാറാകുന്നെങ്കിൽ മാത്രമേ സ്തോത്രം ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരികയുള്ളൂ. തുടർന്നും തിരുവെടുത്ത് എന്താവെന്ന് പറയുന്നത്, തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ, നന്മ ചെയ്യുവാൻ പഠിക്കുവിൻ. സ്തോത്രം. പ്രിയരെ, തിന്മ പ്രവർത്തിപ്പിക്കുവാൻ സ്തോത്രം, തിന്മ ചെയ്യുവാൻ നാം അങ്ങനെ തന്നെ പ്രവർത്തിക്കണമെന്ന് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സാത്താന്യ ശക്തികളായ. സ്തോത്രം. നാം തിന്മയായത് പ്രവർത്തിക്കണം, തിന്മയിലേക്ക് പോകണം. എന്നാൽ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജീവിതത്തിനകത്ത് തിന്മയിലേക്കല്ല ഒരു വ്യക്തിയെ നയിക്കുന്നത്, ആ വ്യക്തിയെ നന്മയിലേക്ക് നയിക്കുന്ന നന്മയുടെ മാർഗമാ. സ്തോത്രം. നന്മയുടെ സുവിശേഷമാ ജീവിതത്തിലേക്ക് ദൈവം പകർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്തോത്രം, ഉപദേശത്തെ കൈക്കൊള്ളുന്നുവെങ്കിൽ, ദൈവദിനത്തെ സ്വീകരിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി എന്താകുന്നു? ദൈവം പ്രവർത്തിക്കുവാനിടയായിത്തീരും. ദൈവത്തിന്റെ ആലോചന അനുസരിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ തയ്യാറായിത്തീരും. സ്തോത്രം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അതിലൊന്നും കാണാതിരിക്കുകയില്ല. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിലെ എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തിയുടെ ആ ഉത്തരം സ്വർഗത്തിലെ ദൈവം വചനത്തിനകത്ത് നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അത് വായിപ്പാൻ, അതനുസരിപ്പാൻ, ദൈവവചനം കേൾപ്പാൻ നാം തയ്യാറാകണം. ഉപദേശം കൈക്കൊള്ളുവാൻ തയ്യാറാകണം. വചനങ്ങളെ വായിപ്പാൻ തയ്യാറാകണം. വചനത്തെ സ്വീകരിപ്പാൻ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ ദൈവപ്രവൃത്തി അതിവിദൂരമല്ല എന്ന് തിരുവെടുത്ത് വ്യക്തമായി നമ്മെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 1-ാം അധ്യായം 19-ാമത്തെ വേദവാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ തിരുവെടുത്ത് മറ്റൊരു ദൂതും കൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും, മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിന് ഇരയായിത്തീരും. നോക്ക. സ്തോത്രം. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ, വചനത്തോട് ചേർന്നിരിപ്പാനും വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുന്നെങ്കിൽ സ്തോത്രം, ദേശത്തിലെ നന്മ നിങ്ങൾ അനുഭവിപ്പാനിടയായിത്തീരും. സ്തോത്രം. ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിപ്പാൻ തിരുവെടുത്ത് നമുക്ക് ആഹ്വാനം നൽകുമ്പോൾ, ദേശത്ത് ഒരു പക്ഷേ സ്തോത്രം എനിക്ക് സ്വന്തമായി ഭൂമിയില്ല, സ്വന്തമായി ഭവനമില്ല, സ്തോത്രം, ഞാനെന്നും ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ കിടക്കുക, എനിക്ക് ജീവിതത്തിനകത്ത് അഭിവൃദ്ധി ഒന്നും പ്രാപിപ്പാൻ പറ്റുന്നില്ല എന്ന അവസ്ഥകളൊക്കെ പറയുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ, ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിപ്പാൻ, ദേശത്തിലെ നന്മ കൊണ്ട് അനുഭവിച്ച് ജീവിപ്പാൻ കഴിയണമെങ്കിൽ തിരുവെടുത്ത് ഒന്നാമത് നമുക്ക് നൽകുന്ന വാക്തത്വം, ആഹ്വാനം എന്താകുന്നു? നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ, ഒന്ന്, നാം ദൈവസന്നിധിയിൽ ഒരു മനസ്സ് നാം വെക്കണം. ദൈവവചനം കേൾക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാകണം. ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന വചനം കേട്ട് അനുസരിപ്പാൻ ഒരു താല്പര്യം ഉണ്ടാകണം. ദൈവത്തിന് തക്ക മഹത്വം കൊടുപ്പാൻ താല്പര്യം ഉണ്ടാകണം. ദൈവമുഖം അന്വേഷിപ്പാനും വചനം കേൾക്കുവാനും വചനം അനുസരിപ്പാനും താല്പര്യപ്പെടണമെങ്കിൽ യഹോവയുടെ പുസ്തകത്തിനകത്ത് അന്വേഷിച്ച് വായിച്ചു നോക്കുക, അതിലൊന്നും കാണാതെ ഇരിക്കുകയില്ല. എന്താകുന്നു? ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വിടുതലുകൾ, ദൈവം വെച്ചിരിക്കുന്ന പ്രവൃത്തികൾ, അതൊന്നും മറഞ്ഞിരിക്കുകയില്ല. സ്തോത്രം. അത് പ്രവൃത്തിയോടുകൂടെ തന്നെ സർവശക്തൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി വെളിപ്പെടുത്തി തരുവാനിടയായിത്തീരും. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 8-ാമത്തെ തിരുവെടുത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കേൾക്കുക, നീ ആ മത്സരഗൃഹം പോലെ മത്സരക്കാരനായിരിക്കരുത്. ഞാൻ നിനക്ക് തരുന്നത് നിന്റെ വായ് തുറന്ന് തിന്നുക എന്ന് തിരുവെടുത്ത് പഠിപ്പിക്കുന്നു. നോക്കുക, ഞാൻ നിന്നോട് സംസാരിക്കുന്നത് എന്താകുന്നു? ആദ്യം കേൾക്കണം. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് നാം ആദ്യം കേൾപ്പാൻ തയ്യാറാകണം. സ്തോത്രം. ഇന്ന് വ്യക്തമായി എന്താകുന്നു? ജനത്തിനിടയിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കുവാൻ ജനത്തിന് താല്പര്യമില്ലാത്ത അവസ്ഥയാകുന്നു. അവർ ആഗ്രഹിക്കുന്ന വിഷയത്തിനകത്തുള്ള ഉത്തരം മാത്രം കേൾക്കുവാൻ മാത്രം താല്പര്യപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് എന്താകുന്നു എന്നോട് സംസാരിക്കുന്നെന്നും ദൈവാലോചന എന്താകുന്നെന്നും ദൈവശബ്ദം എന്താണ് ഈ വിഷയത്തിനകത്തൊന്നും കേൾപ്പാൻ ജനത്തിന് താല്പര്യമില്ല. സ്തോത്രം. അതിനകത്ത് മനുഷ്യനെ അങ്ങനെ ആക്കി തീർക്കുന്നതും സാത്താന്യ ശക്തികളുണ്ട്. കാരണം എന്താ? പരിശുദ്ധാത്മ പറയുന്നത് ജനം കേൾക്കരുത്, ജനം അതിലേക്ക് തിരിഞ്ഞു വരരുത്, ജനം ഇതിലേക്ക് ദൈവദൂതിലേക്ക് വരരുത് എന്ന് പിശാച് മുദ്രയിടുമെങ്കിലും സ്തോത്രം, ചിലപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും ദൈവം തരുന്ന ആലോചന അത് മാറിപ്പോകയില്ല. അത് ദൈവത്തിന്റെ ആത്മാവ് നിവർത്തീകരിക്കപ്പെടും. ദൈവത്തിന്റെ നീതി സർവശക്തൻ അത് വെളിപ്പെടുത്തും.
വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അതേ സ്തോത്രം. തിരുവെടുത്ത് എന്താണെന്ന് പറയുന്നത്, ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കേൾക്കുക. അതേ സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്, ദൈവാത്മാവാണോ നമ്മളോട് സംസാരിക്കുന്നത്, അത് കേൾപ്പാൻ നാം തയ്യാറാകണം, അത് അനുസരിപ്പാൻ തയ്യാറാകണം, ഉപദേശം കൈക്കൊള്ളുവാൻ. സ്തോത്രം. പരിശുദ്ധാത്മാവ് ചിലത് പഠിപ്പിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ദൈവദിനത്തെ ആദ്യം നാം അന്വേഷിച്ച് വായിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ അതിനകത്തൊന്നും കാണാതെ ഇരിക്കില്ല, അതിനകത്ത് മറുപടിയുണ്ട്. അപ്പോൾ ആദ്യം കർത്താവ് നമ്മോട് സംസാരിക്കുന്നു, ഞാൻ നിന്നോട് സംസാരിക്കുന്നത് നാം കേൾക്കുവാൻ തയ്യാറാകണം. വീണ്ടും എന്താ പറയുന്നത്, നീ ആ മത്സരഗ്രഹം പോലെ മത്സരക്കാരനായിരിക്കരുത്. സ്തോത്രം. തിരുവെടുത്ത് പറയുന്നു, ശാഠ്യം. സ്തോത്രം. ശാഠ്യം എടുക്കുന്നത്, സ്തോത്രം, ദൈവസ്ഥാനത്തിൽ ശാഠ്യം പിടിച്ചിരിക്കുക, ദൈവത്തോട് അടുത്തു വരാതെ വണ്ണം. സ്തോത്രം. ശാഠ്യം പിടിച്ചിരിക്കുക, ദൈവമുഖം നോക്കുവാൻ കഴിയുന്നില്ല, എന്റേതായിട്ടുള്ള ചില സ്വഭാവ രീതികൾ, സ്തോത്രം, എന്റേതായിട്ടുള്ള ഹൃദയ നിരൂപണം, ഇങ്ങനെ സ്തോത്രം പലരും ശാഠ്യം പിടിച്ചിരിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോഴും, ദൈവമുഖം നാം സ്തോത്രം അന്വേഷിക്കുന്നു പറയുമ്പോഴും, സ്തോത്രം, ദൈവവചനത്തിനകത്ത് വിശ്വസിപ്പാൻ തയ്യാറാകാതെ വണ്ണം, ദൈവത്തിന് തക്ക മഹത്വം കൊടുപ്പാൻ കഴിയാതെ വണ്ണം നമ്മുടെ ജീവിതത്തിനകത്ത് പിശാച് കൊണ്ടുവന്നിടുന്ന അവിശ്വാസത്തിന്റെ പേരുകൾ, സ്തോത്രം, സംശയ വിചാരങ്ങൾ നമ്മുടെ ഉള്ളത്തിനകത്ത് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ സംശയ വിചാരങ്ങളെ നാം മാറ്റുവാൻ തയ്യാറാകണം. സ്തോത്രം. ദൈവസ്ഥനിൽ അടുത്തു വന്ന് ദൈവജനത്തിനകത്ത് വിശ്വസിക്കുന്ന ദൈവജന ജീവിതത്തിനകത്ത്, സ്തോത്രം, വിശ്വാസം വർദ്ധിച്ചു വരണം. എങ്ങനെ? വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, മനുഷ്യനില്ല വിശ്വസിക്കുന്നത്. ഞാൻ കേട്ട ദൈവശബ്ദം, പരിശുദ്ധാത്മ തെളിവോടുകൂടെ നൽകുന്ന ദൈവവചനം, അത് വള്ളിക്ക് പുള്ളിക്ക് മാറ്റമില്ലത് നിവർത്തീകരിക്കപ്പെടുമെന്ന് വിശ്വസിപ്പാൻ തയ്യാറാകണം. അപ്പോൾ ഞാൻ നിന്നോട് സംസാരിക്കുന്നത് നീ കേൾക്കണം. രണ്ടാമത് എന്താന്ന് പറയുന്നത്, ആ മത്സരഗ്രഹം പോലെ നീ എന്താകുന്നു, മത്സരക്കാരനായിരിക്കരുത്. ഞാൻ നിനക്ക് തരുന്നത് നീ വായി തുറന്ന് തിന്നുക. സ്തോത്രം. എന്താകുന്നു കർത്താവ് നമുക്ക് വേണ്ടി നൽകുന്നത്? ദൈവത്തിന്റെ വചനം. സ്തോത്രം. തേനിലെക്കാളിലും മധുരമുള്ള, സ്തോത്രം, അതിമധുരമുള്ള ദൈവത്തിന്റെ വചനം. അതേ നമ്മുടെ ഉള്ളത്തെ, സ്തോത്രം, തണുപ്പിക്കുവാൻ, അസ്ഥികളെ ബലപ്പെടുത്തുന്ന, സ്തോത്രം, നോക്കുക, അതിമധുരമുള്ള ദൈവത്തിന്റെ വചനം, തേനിലും തേങ്കട്ടേക്കാളിലും മധുരമുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് ജനത്തിന്റെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, സർവശക്തനും നീതിയായ വചനം, തേനിലും തേങ്കട്ടേക്കാളിലും മധുരമുള്ള, സ്തോത്രം, ഏറ്റവും വിലപിടിപ്പെട്ടുള്ളതായിട്ടുള്ളതായ മന്നയെ വിളമ്പുമ്പോൾ എന്താവുന്നു? ജനത്തിന് ആ മന്നയെ വേണ്ട, ആ രുചി അറിയുവാൻ താല്പര്യമില്ല. എന്നാൽ തിരുവെടുത്ത് പറയുന്നു, സ്തോത്രം, നോക്ക, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. ഈ ദിവസങ്ങളിൽ തേനിലും തേങ്കട്ടേക്കാളും മധുരമേറിയ ദൈവത്തിന്റെ വചനത്തെ രുചിച്ചറിയാൻ നാം തയ്യാറാകണം. വചനത്തെ കണ്ടെത്തി ഭക്ഷിക്കുവാൻ തയ്യാറാകണം, അന്വേഷിപ്പാൻ തയ്യാറാകണം, ഉപദേശത്തെ കൈക്കൊള്ളുവാൻ തയ്യാറാകണം. സ്തോത്രം. നോക്കുക, ദൈവവചനത്തെ അന്വേഷിപ്പാൻ തയ്യാറാകുമ്പോൾ, ഉപദേശത്തെ കൈക്കൊള്ളുവാൻ തയ്യാറാകുമ്പോൾ, ദൈവാലോചനയെ സ്വീകരിപ്പാൻ തയ്യാറാകുമ്പോൾ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിനകത്ത് നാം ദൈവത്തോട് മത്സരിക്കുന്നവരെ തീരുകയില്ല. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി നൽകുന്ന വചനത്തെ സ്വീകരിച്ച് ഭക്ഷിക്കുക. അതിനകത്ത് ബലപ്പെടുമ്പോൾ നാം പുഷ്ടി പിടിക്കും, നാം പച്ച പിടിക്കും, നാം വർദ്ധിപ്പാൻ ഇടയായി തീരുമെന്ന് തിരുവെടുത്ത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം, ആമേൻ, അതിന്റെ 16-ാമത്തെ തിരുവെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. നോക്ക്, സ്തോത്രം, എത്ര അനുഗ്രഹീത വാക്യമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ നാം ഇതുവരെയും കേട്ട ദൂതനകത്തൊക്കെ പരിശുദ്ധാത്മാവ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മോട് പറഞ്ഞ കാര്യം എന്താ? കണ്ടെത്തി ഭക്ഷിക്കണം, കേൾക്കണം, വിശ്വസിക്കണം, അതിനെ, സ്തോത്രം, മനസ്സിലാക്കണം, സ്വീകരിക്കണം, ഈ വചനത്തെ ഭക്ഷിക്കണമെന്നൊക്കെ തിരുവെടുത്ത് പറയുമ്പോൾ, ഒന്നാമത് ഇവിടെ ഭക്തൻ പറയുന്ന എന്താകുന്നു? ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ഇരമ്യാവിന് പറയാനുണ്ട്, ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നത് മനുഷ്യനിൽ നിന്നല്ല, ഒരു പുരോഹിതന്മാരിൽ നിന്നല്ല, ഒരു സുഹൃത്തുക്കളിൽ നിന്നല്ല, എന്റെ പാരമ്പര്യം എനിക്ക് കിട്ടിയതല്ല, ഞാൻ തന്നെ ദൈവത്തിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. കണ്ടെത്തി ഭക്ഷിച്ച ദൈവത്തിന് പറയാനുള്ളത് എന്താണെന്നറിയാമോ? നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും ആനന്ദവുമായി. സ്തോത്രം. എപ്പോൾ താൻ ദൈവ ഉദ്ദേശത്തിലേക്ക്, മിനിസ്ട്രിയിലേക്ക് ഇറങ്ങിയോ, സ്തോത്രം, ദൈവത്തിന്റെ ആത്മീയ ശുശ്രൂഷയിലേക്ക് ഇറങ്ങി, പ്രവാചക ശുശ്രൂഷയിലേക്ക് വന്നപ്പോൾ തനിക്ക് ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെ നിമിഷങ്ങളല്ലായിരുന്നു, ഒറ്റപ്പെടലിന്റെയും, സ്തോത്രം, കുറ്റങ്ങളായി കുറ്റാരോപണ നിൽക്കുന്നവരുടെ നടുവിൽ, സ്തോത്രം, താൻ പ്രതികൂലത്തിന്റെ മധ്യേയും ഒക്കെയും തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ മധ്യേ ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പാൻ, ദൈവാലോചന കേൾപ്പാൻ തന്റെ കാതുകളെ വിട്ടുകൊടുത്തു. ദൈവസന്നിധിയിൽ താൻ സമയം ചെലവഴിച്ചു. ഉപദേശം മനുഷ്യരിൽ നിന്നല്ല താൻ പ്രാപിച്ചത്, ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൽ നിന്ന് ഉപദേശം പ്രാപിപ്പാൻ തുടങ്ങിയപ്പോൾ, സ്തോത്രം, തനിക്ക് പറയാനായിട്ടുള്ളത് എന്താണെന്നറിയാമോ? ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് പറയുന്നു, എനിക്ക് നിന്റെ വചനങ്ങൾ സന്തോഷവും ആനന്ദവുമായി. എന്നെ ശ്രദ്ധിക്കാൻ ദൈവത്തിലെ ദൈവവചനം കണ്ടെത്തി ഭക്ഷിക്കുന്ന ഒരു ദൈവജന ജീവിതത്തിനകത്ത്, അതിനകത്ത് ദൈവം സന്തോഷം തരും, അതിനകത്ത് ദൈവം ആനന്ദം തരും. നിരാശയുടെ വാക്കുകൾ ഇനി നമ്മെ ഭരിക്കുകയില്ല. സ്തോത്രം. ഇനി തിന്മയുടെ വാക്കുകൾ നമ്മെ
തൊടുകയില്ല. പിന്നെയോ സ്തോത്രം ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന ജീവിതത്തിനകത്ത് ദൈവ സമാധാനം സന്തോഷം തരുവാനിടയായിത്തീരും. സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ നാം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നല്ലോ. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ഈ ബദലേ, ഞാനും നിങ്ങളും കർത്താവിനിൽ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണെന്ന് തിരിച്ചറിവുണ്ടോ? സ്തോത്രം. വിളിക്കപ്പെട്ടവർ അനേകരുണ്ട്. സ്തോത്രം. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. സ്തോത്രം. ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടൊരു വ്യക്തിയാണ് ഞാനെന്ന് വിശ്വാസമുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ദൈവവചനം വായിക്കുക, ദൈവവചനം കണ്ടെത്തുക, ദൈവവചനത്തിനകത്ത് വിശ്വസിപ്പാൻ തയ്യാറാകുക, ഉപദേശം കൈക്കൊള്ളുക, ദൈവവചനം പ്രാപിച്ച് ബലപ്പെട്ട് സ്തോത്രം ആ വചനത്തെ വിശ്വസിച്ച് അത് ഭക്ഷിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവപ്രവൃത്തി അത് വിദൂരമല്ല. ദൈവമഹത്വത്തെ നാം കണ്ണുകൾ കൊണ്ട് കാണുവാൻ പോകും. സ്തോത്രം. ആവർത്തന പുസ്തകത്തിനകത്തും 30-ാം അധ്യായം 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. സ്തോത്രം. നാം സ്തോത്രം ദൈവവചനം അനുസരിക്കണമെങ്കിൽ വചനം അത് ദൂരെയല്ല. സ്തോത്രം. വചനം നിനക്ക് ഏറ്റവും സമീപത്ത് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. സ്തോത്രം. ഒരു പക്ഷേ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നിമിത്തം ആരാധനാലയങ്ങൾ കടന്നു പോകാൻ കഴിയുന്നില്ലായിരിക്കും. ഏതെങ്കിലും പ്രതികൂലങ്ങൾ നിങ്ങളെ ഭരിക്കുന്നുണ്ടായിരിക്കും. എന്റെ ഭവനം വിട്ട് എനിക്ക് സഞ്ചരിപ്പാൻ പറ്റുന്നില്ല, എനിക്ക് സ്വാതന്ത്ര്യമേ ആരാധിപ്പാൻ കടന്നു പോകാൻ പറ്റുന്നില്ല, ഇങ്ങനെ പറയുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ പ്രിയരെ സ്തോത്രം, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരിക്കുന്ന പ്രതികൂലങ്ങൾ, ശാരീരിക ക്ലേശങ്ങൾ, ഒരുപക്ഷെ നിങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളിൽ പോകുവാൻ കഴിയാത്ത വിധമായ പ്രതികൂലങ്ങളാണെങ്കിലും സ്തോത്രം, ഇന്ന് ഈ നിമിഷം പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. നിങ്ങൾക്ക് ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല, ഓൺലൈൻ മീറ്റിംഗുകളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല, പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നൽകിയിരിക്കുന്ന ദൂതെന്താ? വചനം നിങ്ങളുടെ കൂടെ ഇല്ലേ? വചനം നിങ്ങളുടെ അധരത്തിലില്ലേ? വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്തില്ലേ? സ്തോത്രം. വേദപുസ്തകം പോലും നിങ്ങൾക്ക് തുറന്ന് വായിപ്പാൻ പോലും പറ്റാത്ത പ്രതികൂലമായി സ്തോത്രം ആ പുസ്തകം പോലും എടുക്കരുതെന്ന് പോലുള്ള നിയമത്തിന്റെ കുരുക്കിനകത്ത് നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നെങ്കിലും ഒരു കാര്യം ഓർക്കുക, എന്റെ കൂടെ ബൈബിൾ ഇല്ല, എനിക്ക് വായിപ്പാൻ പറ്റുന്ന അന്തരീക്ഷമല്ല എന്ന് പറഞ്ഞാലും വചനം ഉള്ളത്തിനകത്തുണ്ടോ? വചനം നാവിന്മേലുണ്ടോ? അങ്ങനെയെങ്കിൽ നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത് നിന്റെ വായിലും ഹൃദയത്തിനകത്ത് ഇരിക്കുന്നുണ്ട്. ഉള്ളത്തിനകത്ത് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വാക്യങ്ങൾ, ഉള്ളത്തിനകത്ത് ദൈവം നൽകിയിരിക്കുന്ന വചനങ്ങൾ സ്തോത്രം അത് നാവ് കൊണ്ട് പറയുവാനും ഹൃദയത്തിനകത്ത് എപ്പോഴും ഓർമ്മയോടുകൂടെ തന്നെ ഉണ്ടാകണം. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് എന്താവും തിരുവെടുത്ത് പറയുന്നത്? ദൈവത്തിന്റെ വചനം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്തിൽ നിന്ന് വരുന്നു. സ്തോത്രം. നാം കേട്ട് നമുക്ക് അറിയാവുന്ന ചെറിയ ചെറിയ വചനങ്ങളെ ഉള്ളെങ്കിലും അത് ഉള്ളത്തിനകത്തുണ്ടാകണം, അത് അതിരത്തിനകത്തുണ്ടാകണം, അതൊരിക്കലും വിട്ടുകളയാൻ പാടില്ല. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 73-ാമത്തെ അധ്യായം സ്തോത്രം അതിന്റെ 28-ാമത്തെ തിരുവെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിന്റെ സകല പ്രവർത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ സങ്കേതമാക്കിയിരിക്കുന്നു. സ്തോത്രം. എനിക്കും നിങ്ങൾക്കും പറയണം. സ്തോത്രം. ഈ ഒരു സാക്ഷ്യം പറയണം. കാരണം എന്താ? ഞാൻ എന്റെ കർത്താവിനോട് കൂടെ ഇരിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ലത്. കാരണം സ്തോത്രം, എന്റെ കർത്താവിനോട് കൂടെ ഇരുന്നാൽ ഞാൻ സങ്കേതമാക്കി വെച്ചിരിക്കുന്നത്, ആശ്രയമാക്കി വെച്ചിരിക്കുന്നത് കർത്താവിൽ തന്നെയാണ്. ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നത് കർത്താവിൽ തന്നെയാണ്. കാരണം എന്താ? ചില കഷ്ടങ്ങളും പരിശോധനകളും ഒക്കെ വന്നാലും എനിക്ക് ഈ വിഷയത്തെ ജയിച്ച് മുന്നേറണമെങ്കിൽ സ്തോത്രം ഞാൻ ദൈവത്തെ തന്നെ എന്റെ സങ്കേതമാക്കി വെക്കണം. പ്രിയരെ സ്തോത്രം, വചനം ദൈവമാണ്. വചനം ദൈവശക്തിയെ വ്യാപരിക്കുന്നു. ഈ വചനത്തെ ആലിംഗനം ചെയ്ത് ഈ വചനത്തെ സ്വീകരിച്ച് ദൈവത്തോട് കൂടിയിരിപ്പാൻ, വചനത്തോട് ചേർന്നിരിപ്പാൻ, വചനം അനുസരിപ്പാൻ, ക്രമീകരിക്കപ്പെടുവാൻ തയ്യാറാവുന്നുവെങ്കിൽ, വചനത്തെ മുറുകെ പിടിച്ചിരിക്കുന്നെങ്കിൽ സ്തോത്രം ദൈവം നിങ്ങൾക്ക് സങ്കേതമായി, ദൈവം നിങ്ങൾക്ക് കോട്ടയായിട്ടുണ്ട്, ദൈവം നിങ്ങൾക്ക് സമീപസ്ഥനായിട്ടുണ്ട്, ദൈവം നിങ്ങൾക്ക് വേണ്ടി നീതി വെളിപ്പെടുത്തുമെന്ന് വിശ്വസിപ്പാൻ തയ്യാറാകുമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ യഹോവയുടെ വചനം പുറപ്പെടും. സ്തോത്രം. ഈ നിമിഷങ്ങളിൽ സ്തോത്രം വിവിധ മേഖലകളിൽ പ്രതിസന്ധികൾ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിലും ആരും എന്നെ ഉപദേശിപ്പാനില്ല, ആരും എനിക്ക് വേണ്ടി ആലോചന പറയുവാനായിട്ടില്ല, ആരും എനിക്ക് വേണ്ടി ഇടവിടുന്ന് പ്രാർത്ഥിപ്പാനായിട്ടില്ല. സ്തോത്രം. എന്നോട് ദൈവാലോചനകൾ പറയുവാനും ആരുമില്ല എന്നുള്ള സാഹചര്യത്തിനകത്താണ് നിങ്ങൾ നിൽക്കുന്നെങ്കിലും സർവശക്തൻ ഇന്ന് നൽകുന്ന ദൈവാലോചന എന്താ? സ്തോത്രം. ദൈവത്തെ തന്നെ സങ്കേതമായി, ദൈവത്തെ തന്നെ ആശ്രയമായിട്ട് നിൽക്കുന്നെങ്കിൽ സ്തോത്രം തിരുവെടുത്ത് പറയുന്നു, അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരും. സ്തോത്രം. മുന്നോട്ടുള്ള പാതകളെ സർവശക്തൻ ഉപദേശിച്ചു തരുവാൻ പോകുന്നു. മുന്നോട്ടുള്ള വഴികളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടിരിക്കേണ്ട. ദൈവം വചനത്താൽ നിങ്ങളെ ഉപദേശിക്കും, വചനത്താൽ നിങ്ങളെ ശക്തീകരിക്കും, വചനം നമ്മോട് സംസാരിപ്പാൻ ഇടയായി തീരും. സ്തോത്രം. അതുകൊണ്ട് ദൈവം ഉപദേശിച്ചു തരുന്ന വഴിയിലൂടെ നാം നടക്കാൻ പോകുക. ദൈവഹിതമില്ലാത്ത വഴികളിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ട. ദൈവഹിതത്താൽ സർവശക്തൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പാതയിലൂടെ നാം നടക്കും എന്ന് പറയാൻ കഴിയുമോ? സ്തോത്രം. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനം വരുന്നു. അതെ, നമുക്ക് വേണ്ടി ഉപദേശവും ദൈവത്തിന്റെ വചനം കർത്താവ് അയച്ചിരിക്കുന്നു. ആ ഉപദേശം വചനത്തെ സ്വീകരിക്കുന്നുവെങ്കിൽ സ്തോത്രം നാം വായിച്ച തിരുവെടുത്ത് പോലെ തന്നെ എന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്തൊരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന
സമയം ദൈവത്തിലെ ദൈവത്തിന്റെ അതിരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ, വചനം, നീതി കർത്താവ് വെളിപ്പെടുത്തുവാൻ പോകുക. മടങ്ങാത്തൊരു ദൈവിക നീതി, മടങ്ങാത്തൊരു ദൈവ പ്രവൃത്തി, വചനം നിവർത്തീകരിക്കപ്പെടാൻ പോകുന്നു. ഒരു ദൈവത്തിന്റെ വചനത്തിന് വള്ളിക്ക് പുള്ളിക്ക് മാറ്റമില്ല. അയക്കപ്പെടുന്ന കാര്യം സാധ്യമായിട്ട് മാത്രം മടങ്ങി വരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ എന്റെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് തലമുറകളുടെ മേൽ, കുടുംബത്തിന്റെ മേൽ, ശുശ്രൂഷ മേഖലയുടെ മേൽ കർത്താവ് അയച്ചിരിക്കുന്ന വചനങ്ങൾ ഒന്നും നിഷ്ഫലമായി പോകത്തില്ല. അത് നിവർത്തീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാകുമോ? വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ദൈവത്തിൽ വിശ്വസിക്കുക, വചനത്തിൽ ആശ്രയിക്കുക. കർത്താവിന്റെ വചനത്തെ വിശ്വസിപ്പാനും അന്വേഷിച്ച് വായിപ്പാനും തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം സാധ്യങ്ങളെ സാധ്യമാക്കി നിങ്ങളെ വഴി നടത്തുവാൻ വിശ്വസ്തനാണ്. നമുക്ക് കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തത്വങ്ങളിൽ വിശ്വസ്തരായ സ്വർഗ്ഗീയ പിതാവേ, അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷം അടിങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രദാനം ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് ഈ നിമിഷം വരെയും ദൈവത്തിന്റെ സന്ദേശം ശ്രദ്ധിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഒക്കെ ഞങ്ങൾ ഇടയാക്കിയല്ലോ. അങ്ങയുടെ വചന സന്ദേശം ശ്രദ്ധിച്ച് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ, തിരുകൃപയിൽ മറയ്ക്കണമേ. വചനം ഞങ്ങളുടെ മേൽ കർത്താവെ അങ്ങ് വ്യക്തമായി ശക്തമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് പകർന്നെന്ന കൃപയ്ക്കായി സ്തോത്രം. തിരുകൃപയിൽ ഞങ്ങൾ മറയ്ക്കണം, വചനത്താൽ ഞങ്ങളെ ശക്തിയിരിക്കണം, വചനത്തിൽ ഞങ്ങൾക്ക് ആനന്ദം കണ്ടെത്തുവാൻ സർവശക്തൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. കർത്താവ് പ്രിയരെ, ഈ നിമിഷം വരെ ദൈവദിന സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.